നമസ്കാരം, മീഡിയം എൻ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമായി കേരളം മാറുമെന്ന് മന്ത്രി പി രാജീവ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഗവൺമെന്റ് കേരളത്തിൽ വ്യവസായം അന്തരീക്ഷം ശക്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ തുടങ്ങുന്നവരെല്ലാവരും കയറി പോകുന്നു പറയാൻ പറ്റില്ല. എല്ലായിടത്തും ഉണ്ടാവും വെല്ലുവിളികളുണ്ടാവും. വെല്ലുവിളികൾ എങ്ങനെ, അത് അവരുടെ ഭാഗമാണ്. ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു, ഏത് വഴിയിലൂടെ പോകുന്നു, വരുന്ന ക്രൈസിസിനെ എങ്ങനെ നിങ്ങൾ നേരിടുന്നു, പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു, ഇങ്ങനെ വളരെ മൈക്രോ മാക്രോ പ്ലാനിങ് ഇംപ്ലിമെന്റേഷൻ ഇതെല്ലാം അവരെടുക്കേണ്ടതാണ്. നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല ഗവൺമെന്റ്. അപ്പോൾ ഈ ക്ലിനിക് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ചിലർ ആവേശത്തിൽ അങ്ങ് തുടങ്ങുന്നവരുണ്ടാവും. അവർക്ക് GST റിട്ടേൺ എന്തെന്ന് അറിയില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് നമ്മൾ CA സംഘടനയുമായിട്ട് ചേർന്നു ഒരു ഫ്രീ ഹെൽപ്പ് ഡെസ്ക് എല്ലാ മാസത്തിലും 2ാമത്തെ ശനിയാഴ്ച എല്ലാ ജില്ലയിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവർ പഠിപ്പിച്ചു തരും. സെക്കൻഡറി ഒക്കെ തൊട്ട് ഫ്രീ ഇല്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുക്കുക, അവരെ നിന്ന് വാങ്ങിക്കാം. പക്ഷെ ഒരു വർഷം ഫ്രീ ആയിട്ട് നമ്മൾ ആ സർവീസ് കൊടുത്തു. മാർക്കറ്റിംഗ് പിന്നെ പ്രധാനമായിരിക്കും. നമ്മൾ സ്റ്റോറുമായി പൊതുവിതരണ വകുപ്പുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചു. സ്റ്റോറിൽ അവിടുത്തെ ലോക്കൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കാം. ഇപ്പോൾ 14-15 കോടിയുടെ ഉൽപ്പന്നങ്ങൾ MSME ഉൽപ്പന്നങ്ങൾ സ്റ്റോറിൽ വിറ്റു. ഇന്നലെ ഞാനും പൊതുവിതരണ വകുപ്പ് മന്ത്രി അത് ഒന്നുകൂടി നോക്കി. അവർക്കും മെച്ചമായി, സ്റ്റോറും ഒന്ന് ആകർഷകമായി. നമുക്ക് MSME ലോജിസ്റ്റിക് ഒന്നുമില്ല, അവിടെ തന്നെ ആളുകൾ നോക്കുമ്പോൾ സൗകര്യമാണ്. അവിടെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ഇപ്പുറത്തെ കടയിൽ നിന്ന് കിട്ടുന്നു. ഈ മാറ്റം വന്നു. ദെൻ മാർക്കറ്റിംഗിൽ കേരള ബ്രാൻഡ്. ഇപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഫസ്റ്റ് കൊടുത്തു, നന്മ കേരള ബ്രാൻഡ്. എത്തിക്കൽ ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് റെഗുലേറ്ററി ഏജൻസീസിന്റെ. എത്തിക്കൽ നമ്മളുണ്ട്, ഇത്ര വർക്ക് ഫോഴ്സിൽ ഇത്ര സ്ത്രീകളുണ്ടോ, ചൈൽഡ് ലേബർ ഇല്ല, പൊല്യൂഷൻ പ്രശ്നങ്ങളുണ്ടോ, ഇത് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഗവൺമെന്റിന്റെ. ഇത് പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് ആർക്ക് അപ്ലൈ ചെയ്യാം, ട്രാൻസ്പെറന്റ് ആണ്. നേരെ കേരള ബ്രാൻഡ് കൊടുക്കും. മെയ്ഡ് ഇൻ കേരള, സേഫ് ടു ഈറ്റ്, നന്മ. അപ്പോ ഇങ്ങനൊരു ഇക്കോസിസ്റ്റം നമ്മൾ ഇതിനോടൊപ്പം ബിൽഡപ്പ് ചെയ്തു. അല്ലാതെ ഞങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തി ഞങ്ങൾ തുടങ്ങിക്കോ എന്ന് പറഞ്ഞേക്കും ആളുകൾ തുടങ്ങി. പിന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് എങ്ങനെ വരുന്നു? ഫിനാൻഷ്യൽ സപ്പോർട്ട് വരുമ്പോൾ നമ്മൾ 4% നമ്മൾ വായ്പ കൊടുക്കും. ബാക്കി നമ്മളെല്ലാം ബാങ്ക് വായ്പ കൊടുക്കും. 4% മുകളിലുള്ളത് നമ്മൾ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എടുക്കും. പിന്നെ ഇൻസെന്റീവ് കൊടുക്കും. ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ ഉള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് അവൈലബിൾ ഇൻ പബ്ലിക് ഡൊമൈൻ. നിങ്ങൾ സമയം കണ്ടെത്തി അത് നോക്കാനായിട്ട്. ഇത് ഏറ്റവും കടുപ്പത്തിൽ ലോൺ കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ ബാങ്കുകൾ MSME കൊടുക്കുന്നത്. SLBC റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കോളൂ. MSME സെക്ടറിൽ ഒരു 2 വർഷത്തെ എടുത്താൽ ലോൺ ഓൾമോസ്റ്റ് ഡബിളായി. 1 lakh crores അടുത്ത് ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ഉണ്ട്. ഇപ്പോൾ കേരള ബാങ്ക് കൂടി കൂട്ടിയാൽ 96 or 94 മറ്റാണ് അവരുടെ വന്നിരിക്കുന്നത്. കേരള ബാങ്കിൻ്റെ കൂടി കൂട്ടുമ്പോൾ 1 lakh crore മുകളിലേക്ക് എത്തും. 48 മറ്റോ ആയിരുന്നു ഞങ്ങൾ തുടങ്ങുമ്പോൾ, 48 നേരെ ഇരട്ടിയായി. അപ്പോൾ ബാങ്കിന്റെ MSME ലോൺ എന്ന് പറഞ്ഞാൽ MSME വന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉള്ളത് വളരുന്നു, പുതു വന്ന് മാത്രം ഉള്ളത് വളരുന്നു. അത് വിസ്തരിക്കുന്നത് ഇപ്പോഴും ചിലർ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അങ്ങനെയുണ്ടോ, അതുകൊണ്ടാണ് ഒന്നുകൂടി വിസ്തരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തൊരു ഭാഗം കേരളത്തിലുള്ള സംരംഭങ്ങൾ എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാം. അപ്പോൾ ചിലർ ഞങ്ങളിത് വലിയ ആവേശത്തിൽ പോകുമ്പോൾ ഞങ്ങളുടെ മീറ്റിംഗിൽ ചോദിച്ചു, അല്ല മിനിസ്റ്റർ നിങ്ങൾ പുതിയ ആളുകൾക്കെല്ലാം കൊടുക്കുന്നു, ഞങ്ങൾ കുറെ കാലം ഇതൊക്കെ സഹിച്ചുകൂടെ ചെയ്യുന്നവരില്ല, ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് തരുന്നു? ന്യായമായ ചോദ്യമാണ്. അപ്പോൾ ഞങ്ങളൊരു സ്കീം ആവിഷ്കരിച്ചു, മിഷൻ 1000. 1000 MSME ശരാശരി 100 കോടി ടേൺ ഓവറുള്ള ഇൻഡസ്ട്രിയായിട്ട് സ്കെയിലപ്പ് ചെയ്യാം. ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് മുന്നോടിയായി KSIDC കൊച്ചിയിൽ നടത്തിയ മാധ്യമ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്ക്, മീഡിയ മൈറ്റ്.